حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. صدق الله مولانا العلي العظيم. اذكروا محاسن موتاكم وكفوا عن مساويهم. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا لي على أحد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ നമ്മുടെ ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വങ്ങളിൽ ഏറ്റവും പ്രായമുള്ള സി അബ്ദുൽ ഉസ്താദ്, മറ്റ് ഉലമാക്കൾ, ഉമറ നേതാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക സംഘടനാ നേതാക്കൾ, പ്രവർത്തകന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അനുസ്മരിക്കുന്ന മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു നാം എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മുടെ സഹകാരികളെയും, സംഘടനാ കുടുംബങ്ങളെയും, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ എല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന, അവന്റെ യഥാർത്ഥ ദീനിന്റെ ഖാദിമ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുടുംബ കടബാധ്യതകൾ, രോഗങ്ങൾ ശഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് രോഗങ്ങൾ, വാഹന അപകടങ്ങൾ, പെടുന്നതിനുണ്ടാകുന്ന മരണങ്ങൾ, എല്ലാത്തിൽ നിന്നിട്ടും ഈ പറയപ്പെട്ട എല്ലാവരെയും നമ്മയും അള്ളാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ. ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് SYS മണ്ണങ്കുടി ശാഖാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന താജുൽ ഉലമ, നൂറുൽ ഉലമ, പസൂട്ട് തങ്ങൾ, സുരുബൈൽ ഉസ്താദ് തുടങ്ങിയ മഹത്തുക്കളുടെ അനുസ്മരണ സമ്മേളനം ആണ്. അതോടൊപ്പം ഈ മണ്ണങ്കുഴി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ജാമിയ സഅദിയ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള സഅദിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഹാഫിളായി ഈ വർഷം സന്നദ്ധും സ്ഥാനവസ്ത്രവും ലഭിച്ച അബ്ദുൽ ഷുക്കൂർ എന്ന ഹാഫിദിനുള്ള അനുമോദനവുമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ പ്രധാന പ്രസംഗങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. അത് തന്നെയാണ് മുഖ്യ പ്രഭാഷണങ്ങൾ. നോട്ടീസിൽ ഒരു മുഖ്യം എന്ന് കാണുന്നുണ്ടെങ്കിലും മുഖ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞതൊക്കെ. തങ്ങളെ ഉദ്ഘാടനം, മറ്റു തങ്ങളെ അനുമോദന പ്രസംഗവും സി ഉസ്താദിന്റെ പ്രസംഗവും അതെല്ലാം വളരെ മുഖ്യമുള്ളതാണ്. ഇൻഷാ അല്ലാഹ്
ഇനിയും ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ തങ്ങൾ അൽഹാദി ഉജറ തങ്ങൾ ഇവിടെ വന്ന് സമാപന നസീഹത്തും ദുആയും നടത്താനും ഉണ്ട്. ഈ മഹല്ലത്തിൽ ഒരാൾ മരണപ്പെട്ട് അതിന് മയ്യിത്ത് സംസ്കരണമായി കുറെ ആളുകൾ അവിടെയും ഉണ്ട്. അല്ലാഹു ആ മരണപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാ മഹത്തുക്കളെയും സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഏത് സമയത്തും മനുഷ്യൻ ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകേണ്ടവരാണ്. കിട്ടുന്ന സമയങ്ങളും അവസരങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, പടച്ചുറപ്പിന്റെ പൊരുത്തത്തിലായി ആളുകളോട് ഖൈറ് പറയിപ്പിച്ച് നമ്മൾ ജീവിക്കണം. ഒരു മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരു മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യിത്തിനെ പറ്റി കണ്ട സ്വഹാബത്ത് ജനങ്ങളൊക്കെ പുകഴ്ത്തി പറഞ്ഞു, നന്മ പറഞ്ഞു. സ്വഹീഹായ ഹദീസിൽ കാണാം, അയാൾ നല്ല ആളായിരുന്നു, അയാളെ കൊണ്ട് വലിയ ഉപകാരമായിരുന്നു, അയാളെ കൊണ്ട് ഷർറില്ലായിരുന്നു, അയാളുടെ ജീവിതം വളരെ മാതൃകാപരമായിരുന്നു. ഇങ്ങനെ ആ മയ്യിത്തിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞു ആളുകളൊക്കെ. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് വജബത്ത്, അദ്ദേഹത്തിന് അത് നിർബന്ധമായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് അതിനപ്പോഴും ചോദിച്ചില്ല. മറ്റൊരു മയ്യിത്ത് പേരിക്കൽ കൊണ്ടുപോകുമ്പോൾ ആ മയ്യിത്തിനെ പറ്റി ചില ആളുകൾ അദ്ദേഹത്തിന്റെ കൊണ്ടുള്ള ദൂഷ്യങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഇടങ്ങേറുകൾ, ആ മനുഷ്യൻ മരിച്ചു പോയത് നന്നായി, ഓനെ കൊണ്ട് വലിയ ഷർറായിരുന്നു, കുറെ ആൾ കാണുന്നു എപ്പം മരിക്കുന്നു, ഒരു ബുദ്ധിമുട്ട് നീങ്ങി, ഒരു ഷർറ് നീങ്ങി, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്, അത് നിർബന്ധമായി പോയി എന്ന് പറഞ്ഞു. ഈ രണ്ട് വജബത്ത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നു, നിങ്ങൾ എല്ലാവരും നേരത്തെ ഒരു മയ്യിത്തിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ, നന്മ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി പോയി. അൻതും ശുഹദാഉല്ലാഹി ഫിന്നാർ, നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ്, മുഅ്മിനീങ്ങളായ നിങ്ങൾ അയാളെ പറ്റി പുകഴ്ത്തി പറഞ്ഞപ്പോൾ അയാൾ സ്വർഗത്തിന്റെ ആളായി. മറ്റേയാള് വജബത്തിന്നാർ, അയാൾക്ക് നരകം നിർബന്ധമായി പോയി. എന്തുകൊണ്ട്? നിങ്ങളെല്ലാവരും അയാളെ ദൂഷ്യങ്ങളാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മളൊക്കെ മരണത്തിനു ശേഷം ജനങ്ങൾ ദുഷിച്ചു പറയുന്ന, മോശമായി പറയുന്ന, സർവനാവിലും നമ്മെപ്പറ്റി വിമർശിക്കുന്ന ഒരവസ്ഥ തരാതെ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ നാവിൽ, നല്ലവരെ നാവിൽ നന്മ പറയിപ്പിക്കുന്ന ആ ഒരവസ്ഥയിൽ അല്ലാഹു നമ്മളൊക്കെയും ആക്കി തരട്ടെ. ആമീൻ. സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകർ, അതുപോലെ മുഴുവൻ മുസ്ലിം ഉമ്മത്തും ഈ ഒരു മാർഗം ചിന്തിക്കണം. ചീത്ത പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞു, ഫസാദ് പറഞ്ഞു, പെഞ്ചല് പറഞ്ഞു, ഇല്ലതും ഇല്ലാത്തതുമായ ആരോപണങ്ങൾ പറഞ്ഞു, ആളുകളെ കുത്തി കുത്തി വേദനിപ്പിച്ചു, മനസ്സ് നൊമ്പലമാക്കി, പൊട്ടി കരയിപ്പിച്ചു, സങ്കടപ്പെടുത്തിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും സൽക്രമം ചെയ്തത് മുഴുവനും ആഖിറത്തിൽ അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരും. എല്ലാവരും, പ്രത്യേകിച്ച് സംഘാടകരോട് ഞാൻ ഓർമ്മപ്പെടുത്തും, ആഖിറത്തിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കണോ എങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ
ഫല്യകുൽ ഖൈറാ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളും കൊണ്ട് വിശ്വസിക്കുന്നവർ ഖൈർ പറയട്ടെ, നന്മ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ അടങ്ങിയിരിക്കട്ടെ. ഖൈർ പറയാനില്ലെങ്കിൽ ഒന്നും പറയണ്ട, ഷർറ് പറയണ്ട, തിന്മ പറയണ്ട. ആണുങ്ങളെ പെണ്ണുങ്ങളെ എല്ലാവരും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ശൈലി കണ്ടോ? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, ആഖിറത്തിൽ വിശ്വാസമുള്ള, പാരത്രിക ലോകത്ത് പോകാനുണ്ട്, എന്നെ ആ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യാനുണ്ട്. എന്റെ നാവിന് പൂട്ടിട്ട് ബന്ദ് ചെയ്തുകൊണ്ട് എന്റെ കൈകാലുകളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന റബ്ബിന്റെ കോടതി, ആ കോടതി എനിക്കുണ്ടെന്ന് പേടിയുള്ള, എന്റെ കാല് സാക്ഷി നിൽക്കുകയും എന്റെ കൈ സംസാരിക്കുകയും ചെയ്യുന്ന റബ്ബിന്റെ കോടതി, ആ കോടതിയിൽ ഞാൻ ദുനിയാവിൽ ചെയ്തത്, പറഞ്ഞത്, ബുദ്ധിമുട്ടിച്ചത്, അപമാനിച്ചത്, ഗീബത്ത് പറഞ്ഞത്, ഫസാദ് പറഞ്ഞത് എല്ലാം എന്റെ കൈ നാളെ ആഖിറത്തിൽ പറയും. എന്റെ നാവിനെ പൂട്ടിട്ട് കളയും, എന്റെ കാല് സാക്ഷി നിൽക്കും. ഇങ്ങനെ പേടിയുള്ള വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ, ഫല്യകുൽ ഖൈറാ, അവർ ഖൈർ പറയട്ടെ, നന്മ പറയട്ടെ, ചീത്ത പറയരുത്. ഗീബത്തും ഫസാദും ഫിത്നയും പെഞ്ചലും പറയരുത് എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങോട്ട് കുറെ ചീത്ത പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് പറഞ്ഞൂടെ? അങ്ങനെ ചില ആൾ പറയുന്നു, കുറെ ചീത്ത പറയുമ്പോ ഞമ്മ എന്തും പറഞ്ഞില്ലെങ്കിൽ ഞമ്മ അങ്ങനെ ആക്കിയതായില്ലേ? നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാല് ഞമ്മ അങ്ങനെ ആക്കിയതായില്ലേ? എന്തെല്ലാം പറഞ്ഞിട്ട് പോകുമ്പോ ഞമ്മ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ അത് എസ് വെച്ച പോലെ ആയില്ലേ, കാറ്റ് വരാണ്ട് ഇല ആടയിലാന്നായില്ലേ എന്നൊക്കെ നമ്മൾ ആളുകൾ ചോദിക്കും. കാറ്റ് വരാതെ ഇപ്പൊ മരം ഇല ആടും, കാറ്റ് വരാതെ ഭൂമി തന്നെ ആടാൻ തുടങ്ങി. പിന്നെ മരത്തിന്റെ ഭൂമി തന്നെ കുലുങ്ങാൻ തുടങ്ങിയില്ലടോ കാറ്റ് വരാതെ, പിന്നെ മരത്തിന്റെ ഇല ആടൂല. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഞമ്മക്ക് അങ്ങോട്ട് ചീത്ത പറയാൻ ഒരു ന്യായവും പറഞ്ഞിട്ട് നിങ്ങളാരും വരണ്ട. ഞങ്ങൾക്കെല്ലാം താജുൽ പഠിപ്പിച്ച അങ്ങനെയാണ്. എന്തു പറഞ്ഞാലും നമ്മളെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി സകലവും പറയും. അങ്ങനെ പറയുമ്പോഴും നമുക്കിങ്ങനെ ഇങ്ങനെ 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 ഇബ്ലീസ് വന്നിട്ട് 110 നമുക്ക് നമ്മളെ ടൈറ്റാക്കുന്നുണ്ടാവും. പറയ്. അങ്ങനെ പറയുമ്പോഴും ഖൈർ പറയാനില്ലേ, മുണ്ടാതിരിക്ക്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സുബ്ഹാനല്ലാഹ്. അല്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയല്ലേ നിങ്ങൾ എല്ലാവരും പറയുന്നത്? അങ്ങനെ തന്നെയല്ലേ? കുറച്ച് പറയണമെന്ന് പറയുന്ന ഇല്ല, ആരും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പറഞ്ഞാ പറയാൻ പറ്റോ? ഇല്ല. മഹാനായ സയ്യിദുനാ മുർഷിദുനാ മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് താജുൽ ഉലമ തങ്ങളെ വല്ലാത്ത ചീത്ത പറഞ്ഞുകൊണ്ട്, വല്ലാത്ത ആക്ഷേപിച്ചുകൊണ്ട് മംഗലാപുരത്തുനിന്ന് ഇറങ്ങുന്ന കന്നഡ സായനപത്രമുണ്ട്. അതിന്റെ പേരാണ് മംഗളൂർ മിത്ര. എഴുതിട്ടൊന്നും വെക്കണ്ട. ആ മംഗളൂർ മിത്ര എന്ന് പറയുന്ന പത്രത്തിൽ മഹാനായ താജുൽ ഉലമാനെ 2 പേജ് ഫുള്ളായി ചീത്ത പറഞ്ഞുകൊണ്ട്, സുബ്ഹാനല്ലാഹ്, ഒരിക്കലും ഒരു മനുഷ്യന്റെ നാവിൽ പറയാൻ പറ്റാത്തത്, മുസ്ലിമീങ്ങളെ നാവിൽ പോട്ടെ, മനുഷ്യനായി പിറന്നവനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ അതിൽ കണ്ടപ്പോൾ കെസി റോഡിൽ മുതഅല്ലിമീങ്ങൾ ആ പത്രം എന്റെ റൂമിൽ കൊണ്ടുവന്നു. അത് ഞാൻ അവരെ കൊണ്ട് വായിപ്പിച്ചപ്പോൾ, സുഹൃത്തുക്കളെ, താജുൽ ഉലമാനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, അവരെ ചെരുപ്പെടുത്ത് നടക്കുന്ന കുട്ടികളായ നമുക്ക്, മക്കളായ നമുക്ക് അത് കേട്ട് സഹിക്കാൻ കഴിയില്ല. ഉമ്മനെക്കാളും വാപ്പനെക്കാളും നമ്മൾ അവരെ സ്നേഹിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ സ്നേഹിക്കുന്നു, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നു.
അതിൽ മഹാനായ താജുൽ ഉലമ തങ്ങളെ നമ്മളെ ജീവൻ കൊടുത്ത് അങ്ങോട്ട് സ്നേഹിക്കുന്നു. ഇങ്ങനെ ചീത്ത പറഞ്ഞ് കാണുമ്പോൾ വല്ലാത്ത സങ്കടപ്പെട്ടു ഞാൻ കരഞ്ഞുപോയി. ആ പത്രവും കൊണ്ട് അസറിന്റെ ശേഷം KC റോഡിന്ന് റിക്ഷ പിടിച്ച് താജുൽ ഉലമയുടെ റൂമിൽ പോയി. പോകാൻ കാരണം 10-20 വർഷം മുമ്പേത്തെ സംഭവമാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എനിക്ക് അത്രയും വേദനയായി. താജുൽ ഉലമന്റെ നാവിൽ നിന്ന് ഈ പത്രം എഴുതിയ ആൾക്കാരെ പറ്റി, ആ പത്രത്തിൽ എഴുതിയ ഒരു മൗലാരെ പറ്റി താജുൽ ഉലമ എന്തെങ്കിലും ഒന്ന് ശപിച്ചു പറഞ്ഞാൽ, അവൻ ഇനി എഴുതാനില്ലടാ എന്ന് പറഞ്ഞാൽ, അവനെ കുറെ കാണാനില്ലെന്ന് പറഞ്ഞാൽ, അവനിക്ക് എന്തെങ്കിലും നാശം സംഭവിക്കുന്നത് കാണണമെന്നാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു പോയത്. ഞാൻ അങ്ങനെ താജുൽ ഉലമന്റെ റൂമിലെത്തി ഈ പത്രവുമായി. അവിടുന്ന് എന്നെ കണ്ടപ്പോ ചോദിച്ചു, എന്തേ വല്ലാത്ത വിഷമം കാണുന്നല്ലോ മുഖത്തിൽ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഈ പത്രം, അപ്പോ അവിടെ കന്നഡ നന്നായി അറിയുന്ന മുതഅല്ലിമിനെ വിളിപ്പിച്ചു വായിപ്പിച്ചു. ഞാനത് കേൾക്കുമ്പോൾ കരയുന്നുവെങ്കിലും അവനായ താജുൽ ഉലമ അതൊക്കെ കേട്ട് സന്തോഷിച്ച് ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനൊന്നും മറുപടി പറയണ്ട, നിങ്ങൾ ഇതിനൊന്നും മറുപടി പറയാനും എഴുതാനും നിൽക്കണ്ട. നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്, പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം. ഓപാപ്പയായ റസൂലുള്ളാഹി തങ്ങളെന്ന് പഠിപ്പിച്ച പാരമ്പര്യം നമുക്ക് കൈവിട്ടുകൂടാ, അത് കൈവെടിഞ്ഞൂടാ. ആ പാരമ്പര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത്. ഒരു ദിക്റിന്റെ സ്വലാത്തിന്റെ ഉറൂസിന്റെ മജ്ലിസിൽ അവർ നശിക്കാനോ അപകടപ്പെടാനോ നിങ്ങൾ പറയരുത്, സൂക്ഷിക്കണം എന്നോട് പറയുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നു, അങ്ങനെ നന്നായി എന്നെ ചീത്ത പറഞ്ഞ, എന്നെ നന്നായി ചീത്ത എഴുതിയ അവർക്ക് അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ഇനിയും എഴുതാൻ തൗഫീഖ് കൊടുക്കട്ടെ. കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ ഓരോ ദ്വാരക്കുമ്പോ ഞാൻ ആമീൻ പറഞ്ഞില്ല. ഈ ചീത്ത പറയുന്ന, കുറ്റം പറയുന്ന ആളുകൾക്ക് ആയുസ് കൊടുക്കാം. ഓരോ ദ്വാരക്കുമ്പോ ഞാൻ ആമീൻ പറഞ്ഞില്ല, സത്യം പറയാം. അപ്പൊ ഇത്ര വയസ്സില്ല, എനിക്കൊരു 40 ഉള്ളിലുള്ള വയസ്സ്. 40 വയസ്സായാലേ ബുദ്ധി വരുന്നുള്ളൂ. അപ്പൊ മൂപ്പർ ചോദിച്ചു, ഇയാളെന്താ ഞാൻ ദ്വാരക്കുമ്പോ ആമീൻ പറയാത്തത്? ആ മൂപ്പറ ഖാദിമുണ്ട്, ഖാദിമോട് ചോദിച്ചു, കരീമേ ഇയാൾ എന്താടാ ആമീൻ പറയാത്തത്? എനിക്ക് ആർക്കും ആവശ്യമുള്ള സ്ഥലമില്ലാരെ, ആഖിറത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പൊ നമ്മളടുത്തൊന്നും ഇല്ലല്ലോ. നമ്മളെ കുറെ ചീത്ത പറഞ്ഞാൽ അള്ളാഹു അതിന്റെ കാരണം കൊണ്ടെങ്കിലും അവന്റെ കയ്യിൽ തരാനില്ലെങ്കിൽ എന്റെ കുറ്റവും തെറ്റുകളൊക്കെ അള്ളാഹു അവന്റെ പെരടിയിൽ ഇട്ടിട്ട് എന്നെ അള്ളാഹു സ്വർഗത്തിൽ എടുത്തുവല്ലോ. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ഇത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച വലിയൊരു ആശയാണ്. സ്വഹാബത്തിനോട് ചോദിച്ചു, അത്തദ്റൂന മൽ മുഫ്ലിസ്? ഇമാം ബുഖാരിയും മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അത്തദ്റൂന മൽ മുഫ്ലിസ്? മനിൽ മുഫ്ലിസ്? മുഫ്ലിസ് ആരാണെന്നറിയോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ഗതിയും ഇല്ലാത്തവന്, പാപ്പർസൂട്ടായവൻ, ഒരു മാർഗവും ഇല്ലാത്തവൻ, കച്ചവടവുമില്ല, പൈസയില്ല, പൊന്നുമില്ല, വെള്ളിയില്ല, നാടുമില്ല, പൊരയില്ല എന്ന് ഈ നിലക്കുള്ള ആളെ നമ്മ മുഫ്ലിസ് പറയും നമ്മളെ ഭാഷയിൽ. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ലാ മതാഅലഹു വലാ ദിർഹമലഹു വലാ ദീനാറ, അവനക്ക് പൈസയില്ല, പൊന്നുമില്ല, ചരക്കുമില്ല, സ്വത്തുമില്ല, ഒന്നും ഇല്ലാത്ത ആളാണ് മുഫ്ലിസ്. പാപ്പർ സൂട്ട് അയാള്, ഒരു മാർഗവും ഇല്ലാത്ത ആളെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല 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 അല്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് എന്നെ വരുന്നു, താജുൽ ഉലമ നൂറുൽ ഉലമയിലേക്ക് എന്നെ വരുന്നത്. അവരെ പറ്റി പഠിക്കണം നമ്മള്. ഞാൻ താജുൽ ഉലമാന്റെ ആള്, നൂറുൽ ഉലമന്റെ ആള്, ബസോട്ട് തങ്ങളെ ആള്, സുരുബൈൽ ഉസ്താദിന്റെ ആളെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചാൽ പറ്റൂല.
അത് നമ്മളെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. മഹാനായ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു റഹ്മത്ത് ഉയർത്തി കൊടുക്കട്ടെ, അവരെ ആളുകൾ എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, പിന്നെന്ത് വേണം? ആ മഹത്തുക്കളുടെ മാതൃകാ ജീവിതം നമ്മൾ അങ്ങോട്ട് ലോകത്ത് കാണിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഒരു ഹോട്ടലിൽ പോയി, മൂപ്പറും വേറെ ഒരു മൊയ്ലാൻ കൂടി അങ്ങനെ ഹോട്ടലിൽ പോയി ചായ ചോദിച്ചു, ചായക്ക് കടി ചോദിച്ചു, ചായക്കെത്ര വില, കടിക്കെത്ര വില ചോദിച്ചു. കൊണ്ടാ ചെങ്ങനെ ചായയും കടിയെല്ലാം കഴിച്ചു. ഇന്ന നീ ഈ നേരത്തെ പറഞ്ഞ വില, ചായന്റെയും കടിന്റെയും വില എടുത്തോ എന്ന് പറയുമ്പോ ഒരുത്തം വന്നു. അപ്പൊ പറഞ്ഞു, നീ ആരാണ് ഈ പൈസ സ്വീകരിക്കാൻ? നീ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാണോ? അല്ല, ഞാൻ എടുത്ത സപ്ലൈ പണിക്കാരൻ. നിനക്ക് തരാൻ പറ്റൂല. നിനക്ക് ഇവിടെയുള്ള സാധനം വിൽക്കാൻ നിന്നെ വക്കീലാക്കിയിട്ടുണ്ടോ? ഓനിക്കെന്ത് വക്കീല്? സപ്ലൈക്ക് ചായ കൊടുക്കുന്നവനെന്ത് വക്കീൽ? ഞാൻ വക്കീലൊന്നുമല്ല. അപ്പൊ നിന്നെ ഏൽപ്പിച്ചിട്ടുമില്ല, നീ ഇവിടുത്തെ ആളുമല്ല, അതുകൊണ്ട് നിന്റെ കയ്യിൽ തരാൻ പറ്റൂല. ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനെ വിളിക്ക്. നോക്കണം നിങ്ങൾ. അങ്ങനെ ഹോട്ടലിന്റെ ഉടമസ്ഥൻ വീട്ടിൽ വിശ്രമിക്കുന്നു. അവിടുന്ന് വിളിപ്പിച്ചു. ഒരു മൊയിലാറും ഒരു വയസ്സം മൊയിലാറും 2 മൊയിലാറ് വന്നിട്ട് നാസ്താക്കിയിട്ട് പൈസ തരുന്നില്ല. എന്നോട് ചോദിച്ചു, നീ ആരും? ഞാൻ പണിക്കാരെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പറ്റൂല എന്ന് പറഞ്ഞു. എന്നെ നിങ്ങളെ വരാൻ പറയുന്നു. അങ്ങനെ അയാൾ ഓടി വന്നു നോക്കുമ്പോൾ ആളാണ് ഇത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു നമ്മൾക്ക്, നമ്മുടെ സംഘാടകർക്കും നേതാക്കൾക്കും അല്ലാഹു നൽകി തരട്ടെ. പഠിക്കണം മഹാന്മാരെ പറ്റി. ഞാൻ അതിന്റെ ആള്, ഈന്റെ ആള്, ചക്കന്റെ ആള്, മാങ്ങാന്റെ ആള് എന്നിങ്ങൾ പറഞ്ഞു നടന്നാ പോരാ. ഞാൻ എല്ലായിടത്തും പറയാറുണ്ടത് ഇല്ലേ? അങ്ങനെ അയാൾ വന്നു നോക്കുമ്പോൾ ഇതാരാണ്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓടി വന്നു, എനിക്കറിയാം. അപ്പൊ പറഞ്ഞു, അല്ല അതൊന്നും പറയണ്ട, നീ ഇതിന്റെ ഉടമസ്ഥനാണോ? അതെ. നിന്റെ ചായയും കടിയും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, അതിന്റെ വില ഇത്രയല്ലേ? അത് നീ അത് പൊരുത്തപ്പെട്ട് ഞങ്ങൾക്ക് തന്നില്ലേ? തന്നു. അത്ര വിലക്ക് പൊരുത്തപ്പെട്ടില്ലേ? എന്നാ അതിന്റെ വില എന്നാ നീ പിടിച്ചോ. ആ സാധനം ഞങ്ങൾക്ക് നീ വിറ്റില്ലേ? നിന്റെ വില പിടിച്ചോ. നീ കബൂൽ ചെയ്തോ? കബൂൽ ചെയ്തു. ഞാൻ പറഞ്ഞെന്തിന്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു പൊരുത്തപ്പെടാത്തത്, ശർഅ് അംഗീകരിക്കാത്തത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ വരെ സാധ്യമല്ല. നിങ്ങൾ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, എത്ര സംഭവങ്ങൾ പറയാറുണ്ട് ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയൊരു പണ്ഡിതനാണ്. മഞ്ചേരിന്റെ പരിസരത്ത് മലപ്പുറം ജില്ലയിലുള്ള തേൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ. അദ്ദേഹം മഞ്ചേരിയിലെ ഒരു മാർക്കറ്റിൽ നിന്ന് ആട്ടിറച്ചി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അന്ന് ഇലയിലാളിങ്ങനെ കെട്ടി ഇറച്ചി കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങളെ കയ്യിൽ കൊടുത്തു. പെണ്ണുങ്ങൾ ആ കെട്ടയിച്ചു നോക്കുമ്പോ ഇറച്ചിന്റെ മേലെ 2 വലിയ കറുത്ത 2 ഉറുമ്പുകളുണ്ട്. കറുത്ത 2 ഉറുമ്പുകൾ ഇറച്ചിയിൽ ഉണ്ട്, വലിയ എറുമ്പ്. ആ സമയത്ത് പെണ്ണുങ്ങൾ പറഞ്ഞു, ഇതാ ഇറച്ചിന്റെ കെട്ടില് 2 ഉറുമ്പുകൾ, ജീവനുള്ള ഉറുമ്പുകളുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ തേനു മുസ്ലിയാർ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഓര് പറഞ്ഞു പോലും, നീ ആ കെട്ട് അയക്കണ്ട. എന്നിട്ട് ആ ഇറച്ചിന്റെ കെട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയി മഞ്ചേരിന്റെ അടുത്തുള്ള ഇറച്ചിന്റെ മാർക്കറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് ആ കെട്ടഴിച്ച് 2 ഉറുമ്പുകളും കെട്ടുന്ന് ഇറങ്ങി താഴെ പോയതിന്റെ ശേഷം ഇറച്ചിന്റെ കെട്ടുമായി വീട്ടിലേക്ക് നടന്നിട്ട് പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂർ നടന്നിട്ടാണ്. എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങളോട്, നമുക്കൊരു ഉറുമ്പിനെ വരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല.
ആ ഉറുമ്പിനെ നമുക്ക് ഇവിടെ കൊല്ലാൻ പറ്റൂല, ആ ഉറുമ്പിനെ നമുക്ക് വേദനിപ്പിക്കാൻ പാടില്ല. അവിടെ നിന്ന് കൊണ്ടുവന്ന ഉറുമ്പിനെ ഇവിടെ വിട്ടാൽ ആ ഉറുമ്പ് എവിടെയും അതിന്റെ കൂട്ടാളില്ലാതെ, അതിന്റെ കൂടുന്ന സ്ഥലമില്ലാതെ നട്ടം തിരിഞ്ഞു പോകുമല്ലോ, അല്ലെങ്കിൽ അത് ചത്തുപോകുമല്ലോ. അതുകൊണ്ട് ഒറ്റ ജീവനെയും നമുക്ക് വേദനിപ്പിച്ചുകൂടാ, ബുദ്ധിമുട്ടിച്ചുകൂടാ. അങ്ങനെയാണ് മഹാനവറുകൾ നടന്നുപോയി ആ ഉറുമ്പ് വന്ന സ്ഥലത്ത് തന്നെ ഉറുമ്പിനെ ഇറക്കി തിരിച്ചു വരുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് പൂർവികന്മാരായ പണ്ഡിതന്മാരുടെയും മഹത്തുക്കളെ സ്വഭാവം. നിങ്ങൾ നോക്ക്, നമുക്കൊന്ന് ആ പേരും പറഞ്ഞിട്ട് ആരെ ബുദ്ധിമുട്ടിക്കാനും, ആരെ ചീത്ത പറയാനും, ആരെ വേദനിപ്പിക്കാനും നമ്മുടെ ആളുകൾക്കുണ്ടോ ഒരു പേടി? സുബ്ഹാനല്ലാഹ്, മഹാന്മാരുടെ മാതൃക. എന്റെ ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരെ, ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് പകർത്തണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്. സ്വഹാബത്ത് പറഞ്ഞു, പൊന്നും പൈസയും കച്ചവടവും ചരക്കുമൊന്നുമില്ലാത്തവർ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല പിന്നെയോ, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നിസ്കരിച്ച് പൊന്നും പൈസയെല്ലാം ഉണ്ട്, മുഴുവനുമുണ്ട്, അതോടുകൂടി നിസ്കരിച്ച് നോമ്പ് നോക്കി ധർമ്മവും സദഖവും അമലൊക്കെ ചെയ്തു, അല്ലേ, ഒക്കെ ഉണ്ട്. ആഖിറത്തിലെത്തി, റബ്ബിന്റെ കോടതിയിലെത്തി. എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അതാ ആള് വരാൻ തുടങ്ങി. ഏത് ആള്? ദുനിയാവിൽ വെച്ച് ഈ മനുഷ്യൻ ചീത്ത പറഞ്ഞിട്ട് വേദനിപ്പിച്ചവർ, പെഞ്ചല് പറഞ്ഞ് വേദനിച്ചവർ, ഗീബത്തും ഫിത്നയും ഫസാദും പറഞ്ഞ് വേദനിപ്പിച്ചവർ, അക്രമങ്ങളും അനീതിയും ചെയ്ത് നൊമ്പലപ്പെട്ടവർ ഇങ്ങോട്ട് വരുന്നു. വന്നിട്ട് പറയുന്നു, റബ്ബേ, ഈ മനുഷ്യൻ എന്നെ വല്ലാത്ത ചീത്ത പറഞ്ഞിട്ടുണ്ട് ദുനിയാവിൽ വെച്ച്. ചീത്തക്ക് തക്ബീർ കൂട്ടിയിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട്, വഷളാക്കിയിട്ടുണ്ട്, ഫളീഹത്താക്കിയിട്ടുണ്ട്. എന്റെ ഇവിടെ വെച്ച് ഞാൻ മാനനഷ്ടത്തിന് വേണ്ടി റബ്ബിന്റെ കോടതിയിൽ കേസ് സമർപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ചീത്ത പറഞ്ഞവനിക്ക് ഈ മനുഷ്യന്റെ അമലിന്റെ ഒരു ഓഹരി വേണ്ടത്ര ഇത് കൊടുക്കുന്നു. അങ്ങനെ ഓരോ ആളുകളും വന്നു നിസ്കാരം കൊടുത്തു, സക്കാത്ത് കൊടുത്തു, ധർമ്മം കൊടുക്കാൻ ഇയാളെ കയ്യിലൊന്നുമില്ല. മണ്ണം കൊഴിന്ന് പോകുമ്പോ അതെല്ലാം ഒരുക്കിക്കൊണ്ട് പോയതാ. അവിടെ എത്തി നോക്കുമ്പോ തീർന്നു. ഇനിയും അവകാശികൾ ബാക്കി. റബ്ബിന്റെ കോടതിയിൽ മാനനഷ്ടത്തിൽ കേസ് കൊടുത്ത അവകാശികൾ ബാക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ല. പഠിച്ചോളിങ്ങള്, ആ സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പന, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ തിന്മകൾ, അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ ഈ പറഞ്ഞ മനുഷ്യനില്ലേ, ഇവന്റെ പെരടിയിൽ ചുമത്തൂ. അങ്ങനെ ബാക്കിയുള്ളവരുടെ മുഴുവൻ കുറ്റങ്ങളും ഇവന്റെ പെരടിയിൽ ചുമത്തിയിട്ട്, ഇവന്റെ കൈകാലിലേക്ക് ചങ്ങലയിട്ട് ഇവനെ നരകത്തിലേക്ക് വലിക്കപ്പെടുന്നു. ഇവരാണ് മുഫ്ലിസ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി SSF പ്രവർത്തിച്ച്, SYS പ്രവർത്തിച്ച്, മുസ്ലിം ജമാഅത്തിൽ പ്രവർത്തിച്ച്, ഹജ്ജിന് കൊല്ലത്തിലും പോയി, ഉംറക്ക് പോയി, സക്കാത്ത് ധർമ്മം കൊടുത്ത്, എല്ലാ ദിക്ർ ഹൽക്കും കൂടി, സലാത്തിനും കൂടി, ബയാർക്കും കൂടി, ബസോട്ട് പോയി, എല്ലാ ദിക്റും സലാത്തിനൊക്കെ പോയി, ഒക്കെ റെഡിയാ. പിന്നെയോ എല്ലാ ഫിത്നയിലും ഓനുണ്ട്. എല്ലാ പെഞ്ചല് പറയുന്നിടത്ത് ഇവൻ മെമ്പർ, സർവ ഷർറിലും ഇവൻ പ്രതി. നിന്റെ അമല് മുഴുവനും ഓഹരി വെച്ച് ആഖിറത്തിൽ കൊടുക്കേണ്ടവരും SSFകാരെ, SYSകാരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ഒരവസ്ഥ നമുക്ക് വന്നുകൂടാ. വളരെ ജാഗ്രതയാക്കണം. അതാണ് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് പഠിപ്പിച്ചത്. മഹാനായ നൂറുൽ ഉലമ എന്നീ ഉസ്താദ് അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഓരോട് പോയിട്ട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ തന്നെ പറഞ്ഞു, ഇന്നലെ കാസർഗോഡ് ഒരു സമ്മേളനം ഉണ്ടായിനി. ഉസ്താദിനെ കുറെ ഉസ്താദ് സമസ്ത പ്രസിഡന്റ് ആയപ്പോ
കുറെ നീ വേറെ എന്തെങ്കിലും പറയിപ്പാ. നീ വേറെ ഹുസൈനെ പറച്ചിൽ അങ്ങനെയാണല്ലോ. നീ വേറെ എന്തെങ്കിലും പറയും, വേറെ എന്തെങ്കിലും പറയും. നിനക്ക് അതായി പറയാൻ കിട്ടി. നിർത്ത്, മതി 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 മതി. അപ്പൊ തന്നെ സ്റ്റോപ്പ് ആക്കിച്ച്. നീ വേറെ എന്തെങ്കിലും പറയും. ഞാൻ പറയാൻ മതി. കണ്ടോ, അത് കേൾക്കാൻ വരെ തയ്യാറില്ല, മറുപടി പറയും.